മുൻ മുഖ്യമന്ത്രിമാരായ വി.എസ്. അച്യുതാനന്ദനെയും ഉമ്മൻചാണ്ടിയെയും സന്ദർശിച്ച് പിണറായി ചരിത്രം സൃഷ്ടിച്ചു. ഇതുവരെ ഒരു മുഖ്യമന്ത്രിയും സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് മുൻ മുഖ്യമന്ത്രിമാരെ കണ്ട ചരിത്രം കേരളത്തിനില്ല. എന്താണ് പിണറായി വിജയൻ തൻ്റെ ഈ ശൈലിയിലൂടെ നൽകുന്ന സന്ദേശം? ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നു. ചർച്ചയിൽ പങ്കെടുക്കുന്നത് പ്രമുഖ സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ കെ.എൻ. ഹരിലാൽ, മുതിർന്ന മാധ്യമപ്രവർത്തകർ ശ്രീ എസ്.ആർ. ശക്തിധരൻ, ജെ. അജിത് കുമാർ എന്നിവർ, സ്ത്രീപക്ഷ പ്രവർത്തകയും അധ്യാപികയുമായ ഡോക്ടർ പി.എസ്. ശ്രീകല, ഒപ്പം വ്യവസായ ലോകത്തെ പ്രതിനിധീകരിച്ച് ഇ.എം. നജീബ് എന്നിവർ. ശ്രീ എസ്.ആർ. ശക്തിധരൻ, ഇന്നിപ്പോൾ ശ്രീ പിണറായി വിജയൻ മാധ്യമപ്രവർത്തകരെ മാത്രമല്ല രാഷ്ട്രീയ കേരളത്തെ തന്നെ അമ്പരപ്പിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രഭാതം മുതൽ ഉള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. അദ്ദേഹം വി.എസിനെ കാണുന്നു. അദ്ദേഹത്തിൽ നിന്ന് മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിനുള്ള പരിചയം തനിക്ക് കൂടി പ്രയോജനപ്പെടുത്താനുള്ള ഉപദേശം തേടാനുള്ള ശ്രമം നടത്തുന്നു. ആ ഒരു ഘട്ടം തന്നെ വലിയ അമ്പരപ്പിക്കുന്ന ഒരു നിമിഷമായിരുന്നു. അത് കഴിഞ്ഞ് എം.എൻ. സ്മാരകത്തിലേക്ക് പോയി CPI നേതാക്കളെ അങ്ങോട്ട് ചെന്ന് കാണുന്നു. മുൻ മുഖ്യമന്ത്രി, ഇപ്പോൾ കാവൽ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഉമ്മൻചാണ്ടിയെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോയി കാണുന്നു. ഇപ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പല രാഷ്ട്രീയ നേതാക്കളെയും, കേരളത്തിലുള്ള മിക്കവാറും രാഷ്ട്രീയ നേതാക്കളെയും അദ്ദേഹം ടെലഫോണിലൂടെ പോലും ബന്ധപ്പെടുന്നുണ്ട് എന്നാണ്. ഈ ശൈലി എന്ത് രീതിയിലുള്ള സന്ദേശമാണ് നൽകുന്നത്? പിണറായി വിജയൻ കേരളത്തിലെ ഒരു ഉന്നതനായ രാഷ്ട്രീയ നേതാവാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഇത്രയേറെ മാധ്യമങ്ങളാൽ ആക്രമിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു രാഷ്ട്രീയ നേതാവും കേരളത്തിലില്ല എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങളെക്കാളേറെ അദ്ദേഹത്തിൻ്റെ ദൂഷ്യവശങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിൽ നമ്മുടെ മാധ്യമങ്ങൾ ഒരു ഘട്ടത്തിൽ വളരെ മത്സര ബുദ്ധിയോടുകൂടി തന്നെ നീങ്ങുന്നതായിട്ടാണ് കാണാൻ കഴിഞ്ഞത്. പക്ഷേ അപ്പോഴും അദ്ദേഹം സ്വപ്നം കാണുന്ന ഒരു നവകേരളം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ സ്വപ്നം, അത് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ബുദ്ധിമുട്ടുകളെയും എല്ലാ കഷ്ടപ്പാടുകളെയും അതുപോലെ തന്നെ എല്ലാ ആക്രമണങ്ങളെയും നേരിട്ടുകൊണ്ട് തന്നെ അദ്ദേഹം മുന്നോട്ട് പോവുകയായിരുന്നു. അങ്ങനെയുള്ള ഒരു പുതിയ കേരള സൃഷ്ടിയുടെ വക്താവ് എന്നുള്ള നിലയിൽ പിണറായിക്ക് വളരെ വേഗം മാറാൻ കഴിയുന്നു എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തമായിട്ട് വേണം നാം ഇതിനെ കാണാനായിട്ട്. ശ്രീ ജെ. അജിത് കുമാർ, ഒരുപക്ഷെ ശ്രീ എസ്.ആർ. ശക്തിധരൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ മാധ്യമപ്രവർത്തകരാൽ ഇത്രമാത്രം ആക്രമിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ ഉണ്ടോ എന്നുള്ളത്, നമുക്ക് പല ശൈലിയിൽ പലരെയും ആക്രമിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്, കെ. കരുണാകരനെ പോലെയുള്ളവരെയൊക്കെ. പക്ഷേ തൻ്റെ രാഷ്ട്രീയ ഭാവിയെപ്പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തവണ്ണം ആക്രമണം നേരിട്ട ഒരു വ്യക്തി ശ്രീ പിണറായി വിജയനെ പോലെ മറ്റൊരാൾ ഉണ്ടോ എന്നുള്ളത് സംശയകരമാണ്. ഒരുപക്ഷെ ശ്രീ പിണറായി വിജയൻ്റെ സംഘടനാ നേതൃത്വത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ശീലങ്ങളുടെ പുറത്ത് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പരുക്കൻ എന്ന് പുറത്തേക്ക് തോന്നിക്കുന്ന ഒരു സ്വഭാവം, അത് സംഘടനയ്ക്ക് പ്രയോജനപ്പെടുന്നതിന് വേണ്ടിയാണെന്നും അത് വ്യക്തിപരമായ വിദ്വേഷമല്ല എന്നുമാണോ ഇന്ന് അദ്ദേഹം രാവിലെ മുതൽ നടത്തിയ സന്ദർശനങ്ങളെ വിലയിരുത്തുമ്പോൾ താങ്കൾക്ക് പറയാനാകുക? ഡോക്ടർ ലാൽ, തുടക്കത്തിൽ തന്നെ ബഹുമാനപ്പെട്ട സഖാവ് ശ്രീ പിണറായി വിജയനെ അനുമോദിക്കാൻ ആദ്യം കിട്ടിയ ഒരു പൊതുരംഗത്തുള്ള ആദ്യത്തെ അവസരം ഞാൻ അതിനുവേണ്ടി വിനിയോഗിച്ചുകൊള്ളട്ടെ. വളരെ വളരെ സ്മൂത്തായിട്ട് ആണ് അദ്ദേഹം കേരളത്തെ അടുത്ത 5 വർഷക്കാലം നയിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ക്രെഡിറ്റ് കുറച്ചെങ്കിലും അവകാശപ്പെടാൻ ശ്രീ സീതാറാം യെച്ചൂരിക്കും കഴിയും. ശ്രീ യെച്ചൂരിയുടെ ഒരു നയചാതുര്യം അല്ലെങ്കിൽ നയചാരുതി എന്ന് തന്നെ പറഞ്ഞോട്ടെ, ചാരുത എന്നാണല്ലോ കൃത്യമായ മലയാളം. ഇത് രണ്ടും, ചാതുര്യമുണ്ട്, അതിനകത്തൊരു ചാരുതയുണ്ട്. ഒരു മനോഹരമായ ഒരു 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 പ്രയോഗത്തിൽ കൂടിയാണ് അദ്ദേഹം ശ്രീ പിണറായിക്ക് ഈ പറഞ്ഞ സുഗമമായി വഴിയൊരുക്കിയത്. ഏറെക്കാലം, ഇത്രയും കാലം ഒക്കെ ശ്രീ വി.എസ്. അച്യുതാനന്ദനെ അകമഴിഞ്ഞ് പിന്തുണച്ചുകൊണ്ടിരുന്ന ശ്രീ യെച്ചൂരി ശ്രീ വി.എസിനെ വളരെ, ഞാൻ മുമ്പേ പറഞ്ഞ വളരെ സ്മൂത്തായിട്ടങ്ങ് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്ത് അദ്ദേഹത്തിനെ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തിയിട്ട് ശ്രീ പിണറായി വിജയന് മുന്നോട്ടുള്ള വഴിയൊരുക്കുന്ന ആ കാഴ്ച നമ്മൾ ഇന്നലെ കണ്ടതാണ്. അപ്പോൾ ഈ LDFൻ്റെ വിജയത്തോടൊപ്പം തന്നെ CPM ജനറൽ സെക്രട്ടറിയുടെ ഈ ഒരു നയതന്ത്രജ്ഞതയ്ക്ക് കൂടി അതിൻ്റെ കൂടി ഒരു വിജയമായിട്ട് കാണേണ്ടതുണ്ട്. ബട്ട് അതോടൊപ്പം തന്നെ ഇന്ന്
ഇപ്പം നമ്മൾ ചർച്ച ചെയ്യാനെടുത്ത വിഷയത്തിൽ ഇന്നത്തെ ഇതുവരെ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലം വന്നിപ്പം 48 മണിക്കൂറിനുള്ളിൽ ഇതുവരെയെല്ലാം ശരിയായി തന്നെ പോകുന്നുണ്ട്. ശരിയാക്കും എന്ന് പറഞ്ഞ് തുടങ്ങിയത് ഇപ്പോൾ ഇതുവരെ എല്ലാം ശരിയാണെന്ന് ഒറ്റ നോട്ടത്തിൽ പറയട്ടെ. ശ്രീ ജെ അജിത് കുമാർ, ഞാൻ ഒന്നുകൂടി ഇടപെട്ടുകൊള്ളട്ടെ. താങ്കൾ നേരത്തെ ശ്രീ വി എസിനെ യെച്ചൂരി ഒതുക്കി ഒരു സൈഡിലേക്ക് മാറ്റി എന്നുള്ളത് താങ്കൾക്ക് പറയാനുള്ളത് താങ്കൾ പറഞ്ഞു. ഞാൻ അതിനെക്കുറിച്ച് ഇടപെടുന്നില്ല. അങ്ങനെ അത് കേരളം തന്നെ വിലയിരുത്തട്ടെ. എൻ്റെ ചോദ്യം അതായിരുന്നില്ല. ശ്രീ പിണറായി വിജയൻ നിയുക്ത മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം പൊതു രംഗത്ത് പ്രത്യക്ഷപ്പെട്ടത് ഇന്ന് രാവിലെ മുതൽക്കാണ്. അദ്ദേഹം തുടങ്ങിയ ഒരു ശൈലിയുണ്ട്. മുൻ മുഖ്യമന്ത്രിമാരെ കാണുക, മറ്റ് രാഷ്ട്രീയക്കാരുമായുള്ള സംസാരം നടത്തുക, അവർ ടെലിഫോണിലൂടെ പോലും ബന്ധപ്പെടുന്നുവെന്ന് ഞാൻ നേരത്തെ മനസ്സിലാക്കിയതാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഒരു പുതിയ ഭരണശൈലിയാണ്. ഒരു മുഖ്യമന്ത്രി പോലും മുൻകാലങ്ങളിൽ അങ്ങനെ ചെയ്തതായി നമ്മുടെ ഓർമ്മയിലില്ല. ശ്രീ എ കെ ആൻ്റണി മുഖ്യമന്ത്രിയായി വന്നപ്പോൾ ശ്രീ കെ കരുണാകരൻ തലേദിവസം രാജിവെച്ച് പോവുകയായിരുന്നു. അദ്ദേഹത്തെ ഒരു സൈഡിലേക്ക് അങ്ങ് പറഞ്ഞ ഭാഷയിലാണെങ്കിൽ ഒരു സൈഡിലേക്ക് കെ കരുണാകരനെ മാറ്റി ഒതുക്കിക്കൊണ്ടാണ് എ കെ ആൻ്റണി മുഖ്യമന്ത്രിയായി വരുന്നത്. അതല്ലെങ്കിൽ മറ്റ് ഉമ്മൻചാണ്ടി പോലും അന്നത്തെ ഒരു രാഷ്ട്രീയ നാടകങ്ങളുടെ ഇടയിൽ തൻ്റേതായ രീതിയിൽ കാര്യങ്ങളെ നോക്കുകയായിരുന്നു, കെ കരുണാകരനെ ഒതുക്കുകയായിരുന്നു എന്നാണ് മാധ്യമങ്ങൾക്ക് പോലും അറിയാവുന്നത്. ഇങ്ങനെയുള്ളൊരു ശൈലി അല്ലല്ലോ ഇന്നിപ്പോൾ കണ്ടത്. അദ്ദേഹം ഒരു ഭരണത്തിൻ്റെ ഒരു പുതിയ ശൈലി സ്വീകരിച്ചിരിക്കുന്നു. തൻ്റെ വ്യക്തിപരമായ വിദ്വേഷങ്ങൾ അല്ല, അതല്ലെങ്കിൽ സംഘടനയ്ക്ക് വേണ്ടി ഇത്രയും കാലം എടുത്ത ശീലമല്ല, പുതിയൊരു മുഖ്യമന്ത്രിക്ക് വേണ്ട പുതിയൊരു ശൈലി എടുത്തിരിക്കുന്നു എന്നൊരു തോന്നലാണ് ശ്രീ SR ശക്തിധരൻ പങ്കുവച്ചത്. അത് താങ്കൾ യോജിക്കുന്നില്ല? അത് തീർച്ചയായിട്ടും അത് പറയുമ്പോൾ തന്നെ സ്വല്പം പിന്നിലേക്ക് പോകേണ്ടതുണ്ട് ഡോക്ടർ ലാൽ. ആ ചോദ്യങ്ങളിൽ തന്നെ, അതായത് 1995 ശ്രീ കെ കരുണാകരൻ കേരള മുഖ്യമന്ത്രി സ്ഥാനം വെച്ചൊഴിയുന്ന സാഹചര്യങ്ങൾ വ്യത്യാസമുണ്ട്. ശ്രീ എ കെ ആൻ്റണി, ശ്രീ കരുണാകരൻ മാറി നിൽക്കുന്ന സമയത്ത്, കരുണാകരൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് നിൽക്കുന്ന സമയത്ത് ശ്രീ എ കെ ആൻ്റണി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വരികയും തിരൂരങ്ങാടിയിലെ ഉപതെരഞ്ഞെടുപ്പിൽ കൂടി നിയമസഭയിലേക്ക് കടന്നു വന്നതൊക്കെ നമുക്ക് മറക്കാറായിട്ടില്ല 95. അതുപോലെ 2004 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ശ്രീ എ കെ ആൻ്റണി തന്നെ മാറിപ്പോയിട്ട് ശ്രീ ഉമ്മൻചാണ്ടി ഒരു 20 മാസത്തേക്ക് മുഖ്യമന്ത്രിയായ ആ സന്ദർഭം അതുപോലെ അതിൽ നിന്ന് എത്രയോ തികച്ചും വ്യത്യസ്തമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ 2016 മെയ് 20 നമ്മൾ എത്തി നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഒരു പുതിയ കേരളം തന്നെ ഒരു പുതിയ ഇനി ഒരു 5 വർഷക്കാലത്തേക്കുള്ളൊരു പുതിയ ആരംഭം, അത് ശുഭാരംഭമായിരിക്കട്ടെ എന്നാണ് എല്ലാ മലയാളിയും ആഗ്രഹിക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്തും ആയിക്കോട്ടെ, അതിനുള്ള ഒരു നല്ല തുടക്കം തന്നെയാണ് ശ്രീ പിണറായി കുറിച്ചിരിക്കുന്നത്, യാതൊരു തർക്കവുമില്ല. അതാണ് ആ ചർച്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. ശ്രീ EM നജീബ്, വ്യവസായ ലോകം ഇതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതും പ്രധാനമാണ്. നമുക്ക് എല്ലാ സാമൂഹ്യ രംഗത്തെ പൊതുസമൂഹത്തിൻ്റെ എല്ലാ പ്രതിനിധികളെയും ചർച്ചയിലേക്ക് എടുക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ പോലും താങ്കൾ ഒരു പ്രധാനപ്പെട്ട വ്യവസായ ലോകത്തിൻ്റെ ഒരു പ്രതിനിധിയാണ്. ആ നിലയ്ക്ക് പുതിയ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ ഒരു തുടക്കം കാണുമ്പോൾ നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് ഒത്താണ് എന്ന്, അങ്ങനെ ഒരു പ്രതീക്ഷയ്ക്ക് വക നിങ്ങൾക്കുണ്ടാക്കാൻ സാധിക്കുന്നതാണോ? തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടാണ് വ്യവസായ ലോകം ഇത് കാണുന്നത് എന്നുള്ള സന്തോഷ വാർത്ത ഞാൻ പറയുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീ പിണറായി വിജയൻ ഇത്രയും നാൾ പാർട്ടിയുടെ നേതാവായിരുന്നു. ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിട്ട് വരാൻ പോകുന്ന ആളാണ്. അപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വരുന്ന ഒരാൾ ശരിയായ രീതിയിലുള്ള തുടക്കം ആണ് നൽകേണ്ടത് എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത്. അത് വളരെയധികം അഭിനന്ദനീയമാണ് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ VSനെ കണ്ടു, അത് കഴിഞ്ഞ് മുൻ മുഖ്യമന്ത്രിയെ കണ്ടു, ബാക്കിയുള്ള നേതാക്കളെ കണ്ടു, ബാക്കിയുള്ള ആൾക്കാരുമായി സംസാരിച്ചു. അതെല്ലാം തന്നെ വളരെയധികം അഭിനന്ദനീയമായ കാര്യമാണ്. വ്യവസായ ലോകത്തിന് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഒരുപാട് പ്രതീക്ഷകളാണ് ശ്രീ പിണറായി വിജയനിലുള്ളത്. വലിയൊരു എക്സ്പെക്റ്റേഷനാണ് അദ്ദേഹത്തിൻ്റെ നവകേരള യാത്രയിലൂടെയും അതിനുശേഷം വന്ന LDFൻ്റെ പ്രകടന പത്രികയിലൂടെയും കേരള ജനതയ്ക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ പ്രതീക്ഷകൾ നിറവേറ്റുവാൻ വേണ്ടിയുള്ള കൃത്യമായ ഹോംവർക്ക് അദ്ദേഹം കൃത്യമായി ചെയ്തിട്ടാണ് അദ്ദേഹം തുടക്കം കുറിച്ചിരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ആദ്യത്തെ ദിവസം. ശ്രീ EM നജീബ്, വ്യവസായ ലോകം കേരളത്തിൽ വളരെ ആശങ്കയിൽ നിൽക്കുന്ന ഒരു സമയത്താണ് മുഖ്യമന്ത്രിയായി ശ്രീ പിണറായി വിജയൻ എത്തുന്നത്. ആ ഒരു ശൈലിയിലൂടെയുള്ള, ഇന്നത്തെ പിണറായിയുടെ ശൈലിയിലൂടെയുള്ള ഒരു മാറ്റത്തിലൂടെ നിങ്ങൾ എന്ത് തരത്തിലുള്ള മാറ്റമാണ് കേരളത്തിൻ്റെ വ്യവസായ രംഗത്ത് പ്രതീക്ഷിക്കുന്നത്? എന്തായിരുന്നു നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇത്രയും കാലം? വ്യവസായ ലോകത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്.
വ്യവസായ ലോകത്തിന് ഇപ്പോൾ കഴിഞ്ഞ UDF ഗവൺമെൻറ് ഇതുപോലെ തന്നെ വ്യവസായ ലോകത്തിന് കേരളത്തെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കും എന്നുള്ള മുദ്രാവാക്യത്തോടുകൂടിയാണ് ആ ഗവൺമെൻറ് തുടങ്ങുന്നത്. അതിനുവേണ്ടിയുള്ള നിരവധി ശ്രമങ്ങൾ UDF ഗവൺമെൻറ് നടത്തുകയും കുറേ കാര്യങ്ങൾ വിജയിക്കുകയും പക്ഷേ കുറേ കാര്യങ്ങൾ വിജയിക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. പല മേഖലകളിലും ഒരുപാട് ആശങ്കകളും പ്രതിസന്ധികളും നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലും പിന്നെ ഇക്കണോമിക് ആയിട്ടുള്ള അല്ലാതെയുള്ള ജനറലായിട്ടുള്ള നാഷണലും ഇൻ്റർനാഷണലും ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ അഭിമുഖീകരിക്കുന്ന ഒരു സമയത്താണ് അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് വരുന്നത്. അപ്പോൾ വ്യവസായ ലോകത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് എന്താണ്? നിക്ഷേപകർക്ക് വേണ്ടിയുള്ള ഒരു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സൗകര്യം കേരളത്തിലുണ്ടാകണം. കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നൊരു മേഖലയാണ് വ്യാവസായിക ലോകം. സർവീസ് ഇൻഡസ്ട്രിയിലായാലും ശരി, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിലായാലും ശരി, ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലാണെങ്കിലും ഒക്കെ തന്നെ നിരവധി പ്രശ്നങ്ങൾ വ്യവസായ മേഖല നേരിടുന്നുണ്ട്. അതൊക്കെ തന്നെ ശ്രീ പിണറായി വിജയൻ നന്നായി ഈ മേഖലകളിലൊക്കെ ഓരോ മേഖലയിലും നേരിടുന്ന പ്രശ്നങ്ങൾ അദ്ദേഹം കൃത്യമായി വ്യവസായ മേഖലയുമായി നിരന്തരമായ സമ്പർക്കം നടത്തി പഠിച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അതിൻ്റെ വെളിച്ചത്തിൽ ഉള്ള നടപടികൾ അദ്ദേഹം വളരെ വേഗത്തിൽ തന്നെ തുടങ്ങും എന്നുള്ള പ്രതീക്ഷയിലാണ് വ്യവസായ ലോകം. കാര്യം നമുക്ക് ടൂറിസം ഇൻഡസ്ട്രി ഉണ്ട്. ടൂറിസം ഇൻഡസ്ട്രിയുടെ പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ IT മേഖലയിലെ പ്രശ്നങ്ങൾ അറിയാം, വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ അറിയാം, അതുപോലെ തന്നെ നിർമ്മാണ മേഖലയിലെ പ്രശ്നങ്ങൾ അറിയാം, ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയുടെ പ്രശ്നങ്ങൾ അറിയാം. അപ്പോൾ ഈ മേഖലകളിൽ കേരളത്തിന് അനുയോജ്യമായ, കേരളത്തിൻ്റെ പരിസ്ഥിതിക്ക് അനുയോജ്യമായ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. ആ മേഖലകളൊക്കെ നേരിടുന്ന നിക്ഷേപകർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിക്ഷേപകരുമായി ഒരു സംവാദം നടത്തി അതിന് ഈ ഗവൺമെൻറ് ശ്രീ പിണറായി വിജയൻ നയിക്കുന്ന ഈ ഗവൺമെൻറ് തയ്യാറാകും എന്ന് തന്നെയാണ് വലിയ പ്രതീക്ഷയാണ് വ്യവസായ ലോകത്തിനുള്ളത്. ഞാൻ തിരിച്ചെത്താം. ഡോക്ടർ KN ഹരിലാൽ, ഇപ്പോൾ ശ്രീ EM നജീബ് ചൂണ്ടിക്കാട്ടിയതുപോലെ വലിയ പരസ്യങ്ങളോടുകൂടിയും വലിയ അവകാശവാദങ്ങളോട് കൂടിയാണ് UDF സർക്കാർ 2011 തുടക്കം കുറിച്ചത്. അവർക്ക് അവരുടെ തന്നെ പ്രശ്നങ്ങൾ കാരണം പലതിലേക്കും ശ്രദ്ധ തിരിക്കാനായില്ലെങ്കിലും അവരുടെ അവസാന കാലത്തെ പ്രചരണം പോലെ വികസനത്തിലാണ് അവർ ഊന്നിയത് എന്ന് പറയാൻ സ്മാർട്ട് സിറ്റിയുടെ ഒരു ഭാഗം, കൊച്ചി മെട്രോയുടെ അവസാന ഘട്ടത്തിലെ ചില ചിത്രങ്ങൾ, വിഴിഞ്ഞം പ്രോജക്റ്റ് പോലെയുള്ള കാര്യങ്ങൾ, കണ്ണൂരിലെ വിമാനത്താവളം, ഇങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ. IT കാര്യം ഇപ്പോൾ ശ്രീ EM നജീബ് ചൂണ്ടിക്കാട്ടി. കേരളത്തിൻ്റെ ടൂറിസം മേഖല ഏത് സ്ഥിതിയിലാണെന്നുള്ളത് നമ്മൾ പല ഘട്ടങ്ങളിലും ചർച്ച ചെയ്തതുമാണ്. ഏത് തരത്തിലുള്ള കേരളത്തിലേക്കാണ് ഇപ്പോൾ ശ്രീ പിണറായി വിജയൻ നായകത്വം ഏറ്റെടുക്കുന്നത്? എന്താണ് വെല്ലുവിളികൾ, പ്രതീക്ഷകൾ? തീർച്ചയായിട്ടും ഇവിടെ UDFൻ്റെ പ്രൊപ്പഗാൻഡ അത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമല്ല, അതിനു മുമ്പ് തന്നെ അതിശക്തമായിട്ടുള്ള പ്രൊപ്പഗാൻഡ, ഫ്ലെക്സ് ഉപയോഗിച്ചിട്ടുള്ള വ്യാപകമായിട്ടുള്ള പ്രൊപ്പഗാൻഡ ഉണ്ടായിരുന്നു. ആ പ്രൊപ്പഗാൻഡയിലൊന്നും കേരളത്തിലെ ജനങ്ങൾ കുടുങ്ങിയില്ല എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് തെരഞ്ഞെടുപ്പ്. അതിൻ്റെ കാരണം തീർച്ചയായിട്ടും വ്യക്തമാണ്. പ്രൊപ്പഗാൻഡയ്ക്ക് അതീതമായിട്ട്, ഫ്ലെക്സുകൾക്ക് അതീതമായിട്ട് ജനങ്ങളുടെ ജീവിതം, അവർ തന്നെ ജീവിക്കുന്ന ജീവിതമാണ്. അവരുടെ ജീവിത പ്രയാസങ്ങൾ കൂടി വരുന്ന ഒരു സന്ദർഭത്തിൽ ഈ വികസനത്തെക്കുറിച്ചുള്ള വാത്താരികൾ അതുകൊണ്ട് മാത്രം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല. നമ്മുടെ സ്ഥിതി വളരെ മോശപ്പെട്ട ഒന്നാണ്. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക്, പുതിയ മന്ത്രിസഭയ്ക്ക് വലിയ വെല്ലുവിളികളെയാണ് നേരിടാനുള്ളത്. പ്രത്യേകിച്ചും നമ്മുടെ സാമ്പത്തിക രംഗം, അതായത് കേരള എക്കണോമിയും അതുപോലെ തന്നെ കേരള സമ്പദ്ഘടനയെപ്പോലെ തന്നെ കേരളത്തിൻ്റെ സർക്കാരിൻ്റെ ധനകാര്യസ്ഥിതിയും രണ്ടും ഒരുപോലെ വലിയ കുഴപ്പത്തെ നേരിടുന്ന ഒരു സന്ദർഭമാണ്. അതുപോലെ തന്നെ ഇത് ഉണ്ടാകുന്നതാകട്ടെ ആഗോള മാന്ദ്യം കേരളത്തെയും ബാധിച്ചു തുടങ്ങിയിരിക്കുന്ന, ഗൾഫ് മേഖലയടക്കം എല്ലായിടത്തും ബാധിച്ചിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അപ്പോൾ വലിയ വെല്ലുവിളിയാണ് കേരളം നേരിടുന്നത്. പക്ഷേ ആ വെല്ലുവിളിയെ നേരിടുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു വലിയ തയ്യാറെടുപ്പും ഇടതുപക്ഷ മുന്നണി നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ കേരള പഠന കോൺഗ്രസ് നിയുക്ത മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ കേരള പഠന കോൺഗ്രസിൻ്റെ സംഘാടനത്തിൽ അതുപോലെ തന്നെ അവിടെ നടന്ന സംവാദങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ കേരള യാത്രയിൽ ഉടനീളം എല്ലാ തരത്തിലുമുള്ള വിഭാഗങ്ങളെയും കേരളത്തിൻ്റെ നേതാക്കന്മാരെയും ഒക്കെ തന്നെ ഈ കേരള യാത്രയിലുടനീളം അദ്ദേഹം കാണുകയും സംവദിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ വളരെ കൃത്യമായിട്ടുള്ള ഹോംവർക്കിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള ഗ്രഹപാഠം ചെയ്തുകൊണ്ടാണ് മുന്നണി ആകെ തന്നെ പുതിയ വെല്ലുവിളികളെ നേരിടുന്നതിന് വേണ്ടി തയ്യാറാവുന്നത്. അതിന് നേതൃത്വം കൊടുക്കത്തക്ക രീതിയിലുള്ള
പ്രിപ്പറേഷൻ നിയുക്ത മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ലക്ഷണമാണ് ഈ ആദ്യ ദിവസത്തെ തികച്ചും ജനകീയമായ വ്യത്യസ്തമായിട്ടുള്ള തുടക്കത്തിൽ നമ്മൾ കാണുന്നത്. യെസ്, ഡോക്ടർ PS ശ്രീകല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ താങ്കൾ ഒരു അധ്യാപികയാണ്. സ്ത്രീ പക്ഷത്ത് നിന്നുകൊണ്ട് എഴുതുകയും പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. രണ്ട് വിഷയങ്ങളും താങ്കൾ അഭിമുഖീകരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ഈ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ തന്നെ ഇപ്പോൾ സ്കൂൾ തുറക്കാൻ പോവുകയാണ്. മുൻകാലങ്ങളിൽ നമ്മൾ കേട്ടിട്ടുള്ളത് പാഠപുസ്തകം ഇല്ല, അത് അച്ചടിക്കാൻ വൈകി, അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ല എന്നതാണ് ഒരു പ്രശ്നം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ മറ്റൊരു കാര്യമാണ്. ഇത് ഒരു വശത്ത് നിൽക്കുമ്പോൾ താങ്കളുടെ മറ്റൊരു പ്രവർത്തന മേഖലയായ സ്ത്രീ സുരക്ഷയാണ് മറ്റൊരു ചർച്ചാ വിഷയമാകുന്ന കാര്യം. കേരളം ഉറ്റുനോക്കുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വരുന്ന ഇടതുപക്ഷ സർക്കാർ ഈ മേഖലയിൽ എന്ത് ചെയ്യും എന്നാണ്. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാതിരുന്നത് ഇവിടെ മുൻപുണ്ടായിരുന്ന സർക്കാർ, ഇനി എന്താണ് പ്രതീക്ഷ? ലാൽ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു തുടക്കമാണ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ നിയുക്ത മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അത് തന്നെ തീർച്ചയായിട്ടും വലിയൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. വ്യത്യസ്തമായ ഒരു വികസന സങ്കല്പം ഉൾപ്പെടുന്ന ഒരു നവ കേരളം സൃഷ്ടിക്കപ്പെടും എന്ന ഒരു പ്രതീക്ഷ എന്നെപ്പോലെയുള്ളവർക്ക് നൽകുന്നുണ്ട്. വിശേഷിച്ച് നവകേരള മാർച്ചിൻ്റെ നായകത്വം വഹിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങൾ, കേരളത്തെ സംബന്ധിച്ച് നവകേരളത്തെ സംബന്ധിച്ച് മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള, ഏറെക്കുറെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി കൂടി ആണ് ഞാൻ എന്ന നിലയിൽ നോക്കിക്കാണുമ്പോൾ വലിയ പ്രതീക്ഷയുണ്ട്. നവകേരളം എന്ന് പറയുന്നത് നമ്മുടെ നവോത്ഥാന കേരളത്തിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് അതിനെ ശ്രീ പിണറായി വിജയൻ നോക്കിക്കാണുന്നത് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ഇപ്പോൾ നവോത്ഥാന മൂല്യങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്തരം സംരക്ഷണത്തോടൊപ്പം അവിടെ നിന്നാൽ പോരാ, കേരളത്തിൻ്റെ വികസനത്തെ സംബന്ധിക്കുന്ന കുറെ കൂടി മുന്നോട്ട് പോകേണ്ടുന്ന ഒരു കാഴ്ചപ്പാട് ആണ് പല സന്ദർഭങ്ങളിലും അവതരിപ്പിച്ചിട്ടുള്ളത്. ആ കാഴ്ചപ്പാടിൽ വളരെ പ്രധാനമാണ് ശ്രീലാൽ സൂചിപ്പിച്ചതുപോലെ സ്ത്രീയുമായി ബന്ധപ്പെട്ട, സ്ത്രീയുടെ സുരക്ഷിതത്വവും സ്ത്രീയുടെ സാമൂഹ്യ പദവിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അതോടൊപ്പം കേരളത്തിൻ്റെ പ്രാഥമിക തലം മുതൽ ഉന്നത തലം വരെയുള്ള വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടതും. ഈ രണ്ട് കാര്യങ്ങളിലും ലോകശ്രദ്ധ ആകർഷിക്കുന്ന ഒരു സമൂഹമാണ് കേരളം എന്നുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. സ്ത്രീയുടെ ജീവിത അവസ്ഥയിൽ ആരോഗ്യവും സ്ത്രീയുടെ വിദ്യാഭ്യാസം, സ്ത്രീയുടെ സാക്ഷരത തുടങ്ങിയ കാര്യങ്ങളിൽ വളരെ മെച്ചപ്പെട്ട കണക്കുകൾ തന്നെ നിരത്തിക്കൊണ്ട് അഭിമാനം നമുക്ക് സൂചിപ്പിക്കാൻ സാധിക്കുമ്പോൾ തന്നെ സ്ത്രീയുടെ സാമൂഹ്യ പദവിയും സുരക്ഷിതത്വവും വലിയ വെല്ലുവിളി, വളരെ അപമാനകരമായ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ച്, നവകേരളത്തെ സംബന്ധിച്ച് നിയുക്ത മുഖ്യമന്ത്രി നേരത്തെ മുതൽ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചപ്പാടുകൾ യാഥാർത്ഥ്യമായി തീരുമ്പോൾ സ്വാഭാവികമായും അവിടെ സ്ത്രീയുടെ സുരക്ഷിതത്വം ഉറപ്പാവുമെന്നും ഡോക്ടർ PS ശ്രീകല, ഞാൻ ഒന്ന് ഇടപെട്ട് ഈ സന്ദർഭത്തിൽ താങ്കളുടെ അഭിപ്രായം തേടുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു ദൃശ്യമാധ്യമത്തിലെ ഇതുപോലെ ഒരു ചർച്ചയിൽ പറയുന്നത് കേട്ടതാണ്. അതിൽ പങ്കെടുത്ത ഒരു സ്ത്രീ വനിതയായ അതിഥി പറയുന്നത് കേട്ടതാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നത് ആണ് ഈ സ്ത്രീപക്ഷ കാര്യങ്ങളിൽ എന്ത് നിലപാടാണ് ഈ സർക്കാർ എടുക്കാൻ പോകുന്നത് എന്ന ഒരു കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാക്കാൻ പോകുന്നത്. അദ്ദേഹം കഴിഞ്ഞ കുറേ കാലങ്ങളായി സംഘടനയുടെ തലപ്പത്തിരുന്ന് കാണിച്ച ഒരു ശരീരഭാഷയുണ്ട്. ആ ശരീരഭാഷ എന്താണെന്ന് ഒരു ഉത്കണ്ഠ ഉണ്ടാക്കുന്നു എന്നാണ് അവർ പറഞ്ഞു കേട്ടത്. ആ കാര്യത്തിൽ മറ്റതിഥികളുമായി ഒരു തർക്കവും ഉണ്ടാകുന്നതായി കണ്ടു. ഇന്നത്തെ ഒരു പിണറായി വിജയൻ, ഇന്ന് രാവിലെ മുതൽ നമ്മൾ കണ്ട പിണറായി വിജയൻ ആ അഭിപ്രായത്തോട് യോജിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പിണറായി വിജയനാണോ?
ഞാനൊന്ന് പറഞ്ഞോട്ടെ ലാൽ, ഇന്ന് നമ്മൾ കണ്ട പിണറായി വിജയൻ എന്ന വ്യക്തിയെ, നിയുക്ത മുഖ്യമന്ത്രിയെ ആസ്പദമാക്കിക്കൊണ്ടല്ല ഞാൻ ഈ ചർച്ചയിൽ ഇതേ വിഷയത്തെക്കുറിച്ച്, ലാൽ ചോദിക്കുന്ന വിഷയത്തെക്കുറിച്ച് പോലും സംസാരിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലമായി നേരത്തെ തുടക്കത്തിൽ ശ്രീ SR ശക്തിധരൻ സൂചിപ്പിച്ചതുപോലെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങൾ നേരിടുമ്പോൾ വളരെ സംയമനത്തോടു കൂടി അതിനെ നേരിടുവാനും ആ രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്യക്തിത്വം കാത്തുസൂക്ഷിക്കുവാനും സാധിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞാൻ ശ്രീ പിണറായി വിജയനെ നോക്കിക്കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുള്ളവരും യോജിപ്പുള്ളവരും ഉണ്ടാകാം. അതല്ലല്ലോ, ശരീരഭാഷയല്ലല്ലോ ഒരു സമൂഹത്തിൻ്റെ വികസനത്തെയോ സമൂഹത്തിൻ്റെ പുരോഗതിയെയോ സംബന്ധിക്കുന്ന കാഴ്ചപ്പാടാണ് പ്രധാനം. ആ കാഴ്ചപ്പാട് നിരവധി സന്ദർഭങ്ങളിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സ്ത്രീപക്ഷ സമീപനത്തോടു കൂടി ഉള്ള കാഴ്ചപ്പാടുകൾ പല സന്ദർഭങ്ങളിൽ അദ്ദേഹം പങ്കുവെക്കുന്നത് കേൾക്കുകയും അത്തരം അഭിപ്രായങ്ങളോടുള്ള യോജിപ്പ് വ്യക്തമാക്കത്തക്ക വിധത്തിൽ അദ്ദേഹത്തെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾക്ക് പങ്കാളിയാകാൻ സാധിക്കുകയും ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ കൂടിയാണ് ഞാൻ ഈ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നത്. ഏറ്റവും ഒടുവിൽ ഞാൻ സൂചിപ്പിക്കട്ടെ, ഒരു മാധ്യമപ്രവർത്തക സിന്ധു സൂര്യകുമാർ പല സന്ദർഭങ്ങളിലും വളരെ നിഷ്പക്ഷം എന്ന രീതിയിൽ തന്നെ പറയുമ്പോഴും ശ്രീ പിണറായി വിജയനെ പല വിധത്തിൽ വിമർശനങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ഉന്നയിച്ചിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകയാണല്ലോ. അവരെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് അവർക്ക് നേരെ വളരെ മോശപ്പെട്ട വിധത്തിലുള്ള ഒരു പ്രതികരണം ഈ സമൂഹത്തിൽ സ്വീകാര്യമല്ലാത്ത വിധത്തിൽ രൂപപ്പെട്ടപ്പോൾ അതിനോട് ശ്രീ പിണറായി വിജയൻ വളരെ ശക്തമായ വിധത്തിൽ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ വ്യക്തിപരമായി തനിക്ക് നേരെ വരുന്ന, തന്നെ വ്യക്തിപരമായി ആക്ഷേപിക്കുകയോ വിമർശിക്കുകയോ ചെയ്യുന്ന വ്യക്തികളോട് പോലും തൻ്റെ കാഴ്ചപ്പാടിൽ ഊന്നി നിന്നുകൊണ്ടുള്ള വസ്തുനിഷ്ഠമായിട്ടുള്ള വളരെ ശാസ്ത്രീയമായ വിധത്തിലുള്ള സമീപനം സ്വീകരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്നതിന് അതാണ് ഈ CPM എന്ന് പറഞ്ഞ ഒരു സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയായി ഇരുന്ന കാലഘട്ടത്തിൽ പല ടേമുകൾ അവിടെ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ കേരളം വല്ലാത്ത പ്രതിസന്ധിയിലൂടെ പാർട്ടിയൊക്കെ പോയിരുന്നപ്പോൾ അതിൻ്റെ ഒരു ശക്തമായ സംഘടനാ നേതൃത്വത്തിൻ്റെ നായകത്വം വഹിച്ചിരുന്ന ഘട്ടത്തിൽ അദ്ദേഹം എടുത്ത നിലപാടുകൾ അത് വ്യക്തിപരമായ നിലപാടുകളല്ല എന്നും സംഘടനയുടെ ശക്തിക്ക് വേണ്ടി അദ്ദേഹം പുലർത്തിപ്പോകുന്നൊരു സമീപനമായിരുന്നു എന്നു വേണമോ മനസ്സിലാക്കാൻ. ഇന്ന് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെയും ശ്രീ അജിത് കുമാറും മറ്റുള്ളവരുമൊക്കെ യോജിച്ചതുപോലെയും ഉള്ള ഒരു നിലപാട് ഇന്നുണ്ടായത് കാണുമ്പോൾ, അതായത് ഒരു ഭരണത്തിൽ ഇനിയും അങ്ങോട്ട് മുഖ്യമന്ത്രിയായി പോകുമ്പോൾ ഒരു പുതിയ ശൈലിയാണ്. അത് സംഘടനയുടെ തലപ്പത്തിരിക്കും പോലെ അല്ല, ഭരണാധികാരി എന്ന നിലയ്ക്കുള്ള ഒരു പുതിയ ശൈലി. അത് മുൻപ് നമ്മൾ കാണാത്ത, മുൻപ് ഒരു മുഖ്യമന്ത്രിമാരിലും കാണാത്ത, മറ്റ് മുഖ്യമന്ത്രിമാരെ പോയി കാണുക, മറ്റ് രാഷ്ട്രീയ നേതാക്കളുമായി സംസാരിച്ച് കാര്യങ്ങൾ തുടങ്ങുക. ഞാൻ നേരത്തെ ശ്രീ ആൻ്റണിയുടെയും കരുണാകരൻ്റെയും കാര്യം പറഞ്ഞപ്പോൾ ശ്രീ അജിത് കുമാർ അല്പം ഒന്ന് അതിനകത്ത് ഇടപെടാൻ ശ്രമിച്ചു. ഞാൻ താങ്കളോട് ഇപ്പോൾ അത് തന്നെ ഉദാഹരണമായി ചോദിക്കുകയാണ്, അദ്ദേഹം അത് കേൾക്കട്ടെ. പഴയ കാലഘട്ടത്തിലെ അന്നത്തെ മുഖ്യമന്ത്രിമാർ സ്ഥാനമേറ്റെടുത്ത ഘട്ടങ്ങളിൽ, അതായത് UDFൻ്റെ മുഖ്യമന്ത്രിമാർ ഏറ്റെടുത്ത കാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ട കാഴ്ചയാണോ ഇത്? അല്ല, അത് ഇപ്പോൾ ഒരു വലിയ കാര്യമായിട്ട് എടുക്കേണ്ട. അത് തീർച്ചയായിട്ടും ഇന്നിപ്പോൾ ദൃശ്യമാധ്യമങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മളിതെല്ലാം കാണുന്നത്. പണ്ട് ഒരു പക്ഷേ ടെലഫോണിലൊക്കെ വിളിച്ചിട്ടുണ്ടാകാം, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതല്ല, ഇവിടെ ഒരു ഭരണാധികാരി എന്നുള്ള നിലയിലും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിലും പാർട്ടിയുടെ അമരക്കാരൻ എന്നുള്ള നിലയിലും പിണറായി വളരെ അടുത്ത് കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. ഏതാണ്ട് ഞങ്ങൾ വിദ്യാഭ്യാസ കാലഘട്ടം മുതൽക്ക് തന്നെ അറിയാവുന്ന ഒരു നേതാവ് എന്നുള്ള നിലയിൽ തന്നെ അറിയപ്പെടുന്ന ഒരാളായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഇത്തരം ഒരു ഭരണസാരഥ്യം ഏറ്റെടുക്കുമ്പോൾ അതെങ്ങനെ കൊണ്ടുപോകണമെന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം, എങ്ങനെയാണ് ഭരണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നതിനെ സംബന്ധിച്ചിടത്തോളം നല്ല നിശ്ചയമുള്ള ആളാണ് പിണറായി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ചെയ്യാവുന്നതേ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. ആ കാര്യത്തിൽ അത് എതിരാളികൾക്ക് പോലും, അദ്ദേഹത്തെ ആക്രമിക്കുന്ന കാലത്ത് പോലും ആളുകൾ അദ്ദേഹത്തെ ആക്രമിച്ചതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അല്ല, അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനത്തെയാണ് ഇവിടെ ആക്രമിച്ച് ഒതുക്കി ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും അതുതന്നെയാണ് കേന്ദ്ര ഭരണകക്ഷിയായ BJPയും കോൺഗ്രസും
സംസ്ഥാന ഭരണകക്ഷിയായ കോൺഗ്രസും പരിശ്രമിച്ചത്. അതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞ ഒരു പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് രാജ്യത്തെ നയിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയവും ഉണ്ടാകില്ല. അത് ഏതെല്ലാം മാർഗത്തിലൂടെ വേണം. ഇന്നിപ്പോൾ ഇപ്പോൾ ഇവിടെ ഹരിലാൽ സൂചിപ്പിച്ചതുപോലെ വളരെ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് നമ്മുടെ രാജ്യം. അതുപോലെ നജീബ് പറഞ്ഞില്ലേ, ടൂറിസം മേഖല അവർക്കൊക്കെ പച്ചയ്ക്ക് പറയാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. ആ മദ്യനയം അതിനെ തകർത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അതിനെയെല്ലാം ആർജവത്തോടു കൂടി നേരിടാൻ കഴിയുന്ന പ്രസ്ഥാനത്തിൻ്റെ നേതാവെന്നുള്ള നിലയിൽ ഈ കാര്യങ്ങൾ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു നവകേരളം കെട്ടിപ്പടുക്കാനും അദ്ദേഹം പരിശ്രമിക്കുന്നുണ്ട്. അതിൻ്റേതായ ഒരു അനുരണനങ്ങളാണ് ഇന്നു മുതൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അജിത് കുമാർ, നമ്മൾ ഇത് ചർച്ച ചെയ്യാതെ പോയിട്ട് കാര്യമില്ല. രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ തിരസ്കരിച്ചിട്ട് കാര്യമില്ല. ചില കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ, ചില ദിവസങ്ങളിലെ വാർത്തകൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മുൻകാലങ്ങളിലെ കാര്യങ്ങളുമായി താരതമ്യമുണ്ടാകും. അത് താങ്കൾക്ക് ഈ കാര്യത്തിൽ എൻ്റെ ചോദ്യം അവിടെയാണ്, അവിടെ തൊടാതെയാണ് താങ്കൾ നേരത്തെ ഉത്തരം പറഞ്ഞു പോയത് എന്നൊരു പരാതി എനിക്കുണ്ട്. അതായത് ഇപ്പോൾ ശ്രീ SR പറഞ്ഞത് പഴയ കാലഘട്ടങ്ങളിൽ ദൃശ്യമാധ്യമങ്ങൾ ഇല്ലാതിരുന്നപ്പോൾ സ്ഥാനമേറ്റെടുത്ത മുഖ്യമന്ത്രിമാർ മറ്റു രാഷ്ട്രീയ നേതാക്കളെ വിളിച്ചിട്ടുണ്ടാകാം, അവരുമായി സംസാരിച്ചിട്ടുണ്ടാകാം. പക്ഷേ നമുക്കറിയാവുന്ന ചരിത്രമാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. ഒരു മുഖ്യമന്ത്രി എങ്ങനെയാണ് സ്ഥാനഭ്രഷ്ടനാകുന്നത് ചാരക്കേസുമായി ബന്ധപ്പെട്ട്? അന്ന് കെ കരുണാകരൻ പുറത്തായത് ജനങ്ങളോട് അദ്ദേഹം ഗാന്ധി പാർക്കിൽ നിന്ന് പ്രസംഗിച്ച് പുറത്തേക്ക് പോവുകയായിരുന്നു, ഗവർണറെ കാണാൻ പോവുകയായിരുന്നു. ഇതാണ് എൻ്റെ ഓർമ്മ. ആ കാഴ്ച നേരിട്ട് കണ്ട വ്യക്തി കൂടിയാണ്. ആ കാഴ്ചയല്ല ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി മാറി മറ്റൊരു മുഖ്യമന്ത്രി വരുമ്പോൾ കാണുന്നത്. അവിടെ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട കെ കരുണാകരന് പകരം ഡൽഹിയിൽ നിന്ന് AK ആന്റണി നിശബ്ദമായ ഒരു സൈഡിലൂടെ എത്തുന്നു. അവിടെ നടന്ന അന്തർനാടകങ്ങൾ താങ്കൾക്കറിയാവുന്നതാണ്. ശ്രീ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർ അന്ന് നടത്തിയ കാര്യങ്ങളൊക്കെ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ കാണുന്നുമുണ്ട്. ഇന്നിപ്പോൾ ഇത് അവിടെ എങ്ങനെയാണ് പുതിയ മുഖ്യമന്ത്രിക്ക് മുൻ മുഖ്യമന്ത്രിയെ പോയി കാണാൻ സാധിക്കുക, ഇതുപോലെ ഉപദേശം തേടാൻ സാധിക്കുക? അതിനുള്ള ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ അതൊന്നും ഇല്ലാതെ ഇനി എന്തെങ്കിലും സംഘടനാപരമായ വിദ്വേഷങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതുപോലും മാറ്റിവെച്ച് പുതിയ ഭരണസാരഥ്യത്തിൻ്റെ ശീലങ്ങൾ കാണിച്ച് കേരളത്തിനൊരു നല്ല സന്ദേശം നൽകുന്നതിൻ്റെ സൂചനയല്ലേ ഇത്? ഇതായിരുന്നു എൻ്റെ ചോദ്യം. അല്ല, അതിനകത്ത് ഈ അവസാനം പറഞ്ഞ ഭാഗത്തോട് ഞാൻ യോജിക്കുന്നു ഡോക്ടർ ലാൽ. പക്ഷേ ആ തുടക്കത്തിൽ പറഞ്ഞത് പലതും ഇനിയിപ്പം സാങ്കത്യമില്ലാത്ത കാര്യങ്ങളാണ്. 95-ലെ അധികാര കൈമാറ്റത്തെക്കുറിച്ച് ഇനി നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ശ്രീ SR പറഞ്ഞതുപോലെ ഒരു പക്ഷേ പുത്തരിക്കണ്ടത്ത് ശ്രീ ലാലിതനെ സൂചിപ്പിച്ചതുപോലെ പുത്തരിക്കണ്ടത്ത് രാജ്യപ്രഖ്യാപനം നടത്തി പിറ്റേ ദിവസം പുതിയ മുഖ്യമന്ത്രിയൊക്കെ വരുന്നു എന്ന് പറയുന്ന സാഹചര്യമല്ലല്ലോ 2016 ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഞാൻ തുടക്കത്തിൽ അങ്ങയുടെ ചോദ്യത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറുതല്ല, ഞാൻ അത് തന്നെ വീണ്ടും ആവർത്തിക്കുന്നു. ഇതൊരു പുതിയ ഒരു തുടക്കം ആണ്. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു വിന്നർ ഈസ് ഓൾവേസ് എ വിക്ടർ ഈസ് ഓൾവേസ് എ വിക്ടർ. ഒരു വിന്നർ, ഒരു വിജയി, അത് വിജയനായാലും ശരി മറ്റാരായാലും ശരി വിജയി തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇനിയും ആരോടെങ്കിലും എന്തെങ്കിലും പകയോ വിദ്വേഷമോ പരിഭവമോ ഒന്നും മനസ്സിലുണ്ടെങ്കിൽ പോലും അതൊന്നും പുറത്ത് കാണിക്കേണ്ട കാര്യമല്ല. ഇതെല്ലാം മറക്കുകയും പൊറുക്കുകയും ചെയ്യേണ്ട ഒരു മാനസികാവസ്ഥയിലാകണം ഒരു വിജയി. വിജയിയായ വിജയനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയാകുന്ന ശ്രീ പിണറായി വിജയൻ കാണിച്ച ഒരു ശീലത്തെക്കുറിച്ച് അവിടെ ഞാനൊന്ന് പറയാം. അപ്പോൾ 16-17 കൊല്ലം ഒരു കേഡർ സ്വഭാവമുള്ള CPM-നെ പോലും പാർട്ടിയെ നയിക്കുന്ന സംസ്ഥാന സെക്രട്ടറിയുടെ ശ്രീ ലാലിൻ്റെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ ശരീരഭാഷ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ആളിന് അത് പുറത്തെടുക്കാൻ കഴിയില്ല. അദ്ദേഹം ഒരുപാട് സ്വയം മാറേണ്ടതുണ്ട് മാനസികമായിട്ടും. ഈ പറഞ്ഞ നമ്മുടെ മാധ്യമങ്ങളൊക്കെ, പ്രത്യേകിച്ച് വിഷ്വൽ മാധ്യമങ്ങളിൽ നമ്മൾ പറയുന്ന ഈ ബോഡി ലാംഗ്വേജ് എന്ന ശരീരഭാഷ പോലും അദ്ദേഹം മനഃപൂർവ്വം മാറ്റാനുള്ള പരിശ്രമം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാകണം. ഒരുപക്ഷേ നവകേരള യാത്രയുടെ സമയത്തൊക്കെ നമ്മളത് കണ്ടതാണ്. അത് ഈ സമാപനത്തിൻ്റെ തലേ ദിവസം പുതുവത്സരത്തിൻ്റെ അന്നാണെന്ന് എൻ്റെ ഓർമ്മ, തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ ഈ സമൂഹത്തിലെ പലരെയും പ്രഭാത ഭക്ഷണത്തിന് വിളിച്ച കൂട്ടത്തിൽ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഞാൻ ക്ഷണിക്കപ്പെട്ടിരുന്നു. ഞാനതിൽ പങ്കെടുക്കുകയും ചെയ്തു. ഡോക്ടർ ഹരിലാൽ ചൂണ്ടിക്കാണിച്ചതുപോലെ അദ്ദേഹം നവകേരള യാത്രയിൽ അത്യാവസാനം മുന്നോട്ട് വെച്ചിരുന്ന ഒരു അജണ്ടയുണ്ടായിരുന്നു. ആ അജണ്ട തന്നെയാണ് പിന്നീട് ഒരുപാട് ചർച്ചകൾക്കൊക്കെ ശേഷം പലതട്ടിലും പാർട്ടിയൊക്കെ ചർച്ച ചെയ്തതിന് ശേഷമാണ് അത് LDFിൻ്റെ മാനിഫെസ്റ്റോ ആയിട്ട് പുറത്തു വന്നത്. അപ്പോൾ വ്യക്തമായൊരു കാഴ്ചപ്പാട് അദ്ദേഹത്തിന് വളരെ നേരത്തെ ഉണ്ട്. ഒരു പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിലെ ഇത്തവണത്തെ ഇലക്ഷൻ്റെ ഫലം എന്തായിരുന്നാലും ശ്രീ പിണറായി വിജയൻ എനിക്ക് തോന്നുന്നു ഉള്ളിൻ്റെ ഉള്ളൊരു നേരിയ പ്രതീക്ഷയുണ്ടായിരുന്നു LDFന് ഒരു പക്ഷേ ഭരണത്തിൽ തിരിച്ചു വരാമെന്നു. LDF തിരിച്ചു വന്ന സാഹചര്യം ഉണ്ടായാൽ ഇങ്ങനെയുള്ള ഈ ഒന്നാം നമ്പർ കസേരയിലേക്ക് അദ്ദേഹത്തിന് എത്താൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ അദ്ദേഹത്തിനെ മുന്നോട്ട് നയിച്ചിരുന്നതായിട്ട് വേണം മനസ്സിലാക്കാൻ. ആ പ്രതീക്ഷ അദ്ദേഹം നിലനിർത്തുകയും ഈ അദ്ദേഹം ഇപ്പോൾ ശ്രീ നജീബ് ചൂണ്ടിക്കാണിച്ചതുപോലെ, ഡോക്ടർ ശ്രീകല ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ
ഈ പറഞ്ഞ യാത്രയിലുടനീളം മുന്നോട്ട് വെച്ച അദ്ദേഹത്തിൻ്റെ അജണ്ടകൾ 1 by 1 പോയിന്റ്സ്, ഓരോ പോയിന്റ് ഓഫ് അജണ്ടയും അത് ഇനി അത് പ്രാവർത്തികമാക്കാൻ അദ്ദേഹത്തിന് എത്രത്തോളം കഴിയും എന്നുള്ളതിലാണ് അത് ശരി, വലിയ അത് വെല്ലുവിളിയായിട്ട്. എത്രത്തോളം പ്രായോഗികമാക്കാൻ കഴിയും ശ്രീ EM നജീബ്? ഇന്നിപ്പോ മദ്യനയത്തിന്റെ കാര്യം പറഞ്ഞു. LDF മദ്യവർജനം ആണ് ഞങ്ങളുടെ നയമെന്ന് ധീരതയോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. മുൻകാലങ്ങളിൽ ഒരുപക്ഷെ ചാരായ നിരോധനത്തിൻ്റെ കാലഘട്ടത്തിലോ അതല്ലെങ്കിൽ ഈ മദ്യ നിരോധനവുമായി ബന്ധപ്പെട്ട ചർച്ച തുടങ്ങുന്ന ഘട്ടത്തിലോ ഒക്കെ ഒരുപക്ഷെ സംശയമുണ്ടായിരുന്നു, ഇത് പറഞ്ഞാൽ വോട്ട് പോകുന്ന കാര്യം ആകുമോ, സ്ത്രീകൾ ഇതിനെ എങ്ങനെ എടുക്കും എന്നൊക്കെ ഇടതുപക്ഷം സംശയിച്ചതുപോലെ നമ്മൾ കരുതിയിരുന്നു. പക്ഷേ ഇത്തവണ ഒരു പ്രകടന പത്രികയിൽ പോലും അതാണ് പറഞ്ഞത്, നിരോധനമല്ല വർജനത്തിലൂടെയുള്ള മദ്യ നിരോധനത്തിലേക്ക് എത്തുക എന്നതാണ് എന്ന്. അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് പോകാനുള്ള ചർച്ചയാണ് ഒരുപക്ഷെ ഇപ്പോൾ തുടക്കം കുറിക്കുന്നത്. അതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ശ്രീ പിണറായി വിജയനെക്കുറിച്ച് നമ്മൾ വീണ്ടും പറയുമ്പോൾ മുൻപ് അദ്ദേഹം വൈദ്യുതി മന്ത്രി ആയിരുന്നപ്പോൾ ചെയ്ത കാര്യങ്ങളാണ് ഇന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നത്. അതുപോലെ ഉള്ള ഒരു കർമ്മശേഷി അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിൽ കാണിക്കും എന്നതാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അതിനകത്ത് രണ്ട് കാര്യങ്ങളാണ്. അതായത് ഒന്ന്, ഇവിടെ പറഞ്ഞതുപോലെയുള്ള ഇംപ്ലിമെൻറ്റേഷൻ, അതായത് ഈ പ്രകടന പത്രികയുടെ ഇംപ്ലിമെൻറ്റേഷൻ ഇവിടെ ഒന്ന് സൂചിപ്പിച്ചു. അതേപ്പറ്റി പറയുകയാണെങ്കിൽ ഈ നമ്മുടെ ഓരോ ഗവൺമെൻറ് വരുമ്പോഴും ഓരോ ഗവൺമെൻറ്, LDF ഗവൺമെൻറ് ആണെങ്കിലും UDF ഗവൺമെൻറ് ആണെങ്കിലും കഴിഞ്ഞ ഒരു 10-20 കൊല്ലക്കാലം നമ്മൾ പരിശോധിച്ചാൽ ഏറ്റവും നല്ല ആശയങ്ങൾ, ഏറ്റവും നല്ല നിർദ്ദേശങ്ങൾ എല്ലാവരും മാറി മാറി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എല്ലാവരിലും വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രാവർത്തികമാക്കുന്നതിനുള്ള പരാജയം, പ്രാവർത്തികമാക്കുന്നതിനുള്ള ഗവൺമെൻറ് മെഷീനറിയുടെ പരാജയം. പ്രധാനമായിട്ട് കാര്യം ഗവൺമെൻറ്റാണ് പ്രാവർത്തികമാക്കേണ്ടത്. അപ്പോൾ പ്ലാനിംഗ് ബോർഡിൻ്റെ പ്ലാനിങ്ങിന് കുഴപ്പമാണോ? അല്ല. അല്ലെങ്കിൽ പ്ലാനിങ്ങിന് വിദഗ്ധന്മാർ, ഹരിലാലിനെ പോലെയുള്ള വിദഗ്ധന്മാരാണ് അവിടെ നിന്ന് പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ഇംപ്ലിമെൻറ്റേഷനിൽ വരുന്ന പ്രശ്നങ്ങൾ, ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റും ഒരുപാട് ഹോംവർക്ക് ചെയ്തിട്ടാണ് ശ്രീ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഈ കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പ് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്, അദ്ദേഹത്തിന് പരിചയമുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം LDF വന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഈ 2 ഗവൺമെൻറ്റുകളിൽ നിന്നും പാഠം പഠിച്ചിട്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായത്. പക്ഷേ എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഇംപ്ലിമെൻറ്റേഷനിലുണ്ടായ പരാജയങ്ങളാണ്. ഇത് തന്നെയാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ശ്രീ പിണറായി വിജയൻ നല്ല ഗ്രഹപാഠം ചെയ്ത് എന്താണ് കേരളത്തിന് ചെയ്യേണ്ടത്, നവകേരളം എങ്ങനെയാണ് കെട്ടിപ്പടുക്കേണ്ടത് എന്ന് അദ്ദേഹം വിശദമായ പ്രോഗ്രാം തയ്യാറാക്കിയിട്ടുണ്ടെന്നുള്ളതിന് യാതൊരു സംശയമില്ല. പക്ഷേ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചില്ലെങ്കിൽ, ആ ഏജൻസിക്ക് അത് കൃത്യമായി മോണിറ്റർ ചെയ്തില്ലെങ്കിൽ, ടൈം ബൗണ്ടായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ LDF ഗവൺമെൻറ് പരാജയപ്പെടും. അതോടൊപ്പം തന്നെ ഇവിടെ പറഞ്ഞ മറ്റൊരു കാര്യം, ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഈ LDF ഗവൺമെൻറ്റിൻ്റെ പ്രകടന പത്രികകളുടെയും അതിനുശേഷം അവർ നടത്തിയ പ്രസ്താവനകളുടെയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്നാൽ ഒരു ഹിപ്പോക്രസിയും ഇല്ലാതെ ശരിയാണ് എന്ന് LDF വിശ്വസിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി സമൂഹത്തിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. എക്സൈസ് പോളിസിയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രാക്ടിക്കലായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ഈ രാജ്യത്തുള്ള സകല ആൾക്കാരും UDF ഗവൺമെൻറ്റിനെയും മറ്റുള്ളവരെയും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. ഞാൻ അതിനകത്ത് ഒരുപാട് ക്രിറ്റിസിസം പേഴ്സണലായിട്ട് ഏറ്റെടുക്കേണ്ടി വന്ന ഒരാളാണ്. കാര്യം അത് എൻ്റെ വിശ്വാസം അനുസരിച്ചുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതല്ല, ഒരു ബിസിനസ് ആ ടൂറിസം വ്യവസായത്തിൽ നിൽക്കുന്നു എന്നുള്ള ഒരു തർക്കമുണ്ടായിരുന്നില്ല എന്നാണോ ഇപ്പൊ മനസ്സിലാക്കുന്നത്? സുധാകരൻ പറഞ്ഞത് ആ മദ്യനയം ശരിയായിരുന്നില്ല, അത് തിരിച്ചടിച്ചു എന്നാണ് അദ്ദേഹവും പറഞ്ഞത്. വ്യക്തി എന്നുള്ള നിലയിൽ നമ്മൾ അതിനകത്തുള്ള ഇന്ന് ബുദ്ധിമുട്ട് കാര്യം 30 വർഷം കൊണ്ട് കെട്ടിപ്പടുത്ത ഒരു ടൂറിസം വ്യവസായം തകർന്നടിയുന്ന ഒരു സ്ഥിതി നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിന് ചെറിയ മാറ്റങ്ങളോടുകൂടി അത് ചെയ്തിരുന്നെങ്കിൽ ഈ പ്രോബ്ലം ഉണ്ടാവില്ല. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കുവാനുള്ള ഒരു സമയവും അല്ലെങ്കിൽ ഒരു ക്ഷമയും കാണിച്ചു. പക്ഷേ അപ്പോൾ അതുകൊണ്ട് ഈ ഗവൺമെൻറ് ഈ LDFൻ്റെ പോളിസിയിൽ മദ്യവർജനം ലോകത്തെ എല്ലായിടത്തും ഉള്ള ഒരു നയമാണ്. മദ്യവർജനം കൃത്യമായും സ്പഷ്ടമായും. ഡോക്ടർ KN ഹരിലാൽ, ഇതിനോടൊക്കെ പലതിനോടും താങ്കൾക്ക് മറുപടി പറയാനുണ്ടാകും. നമുക്ക് ഒരു കാര്യം ചുരുക്കിക്കൊണ്ടുവന്നാൽ, ഈ കഴിഞ്ഞ സർക്കാർ പലതും പ്രഖ്യാപിച്ചു, ചിലത് രാഷ്ട്രീയമായ കാരണം, ഇപ്പോൾ മദ്യനയം പോലെയുള്ള കാര്യങ്ങൾ രാഷ്ട്രീയമായി പ്രഖ്യാപിക്കപ്പെട്ട, അതായത് രാഷ്ട്രീയ പ്രശ്നങ്ങളാൽ പ്രഖ്യാപിക്കപ്പെട്ടു പോയ കാര്യങ്ങളാണ്. അത് സംസ്ഥാനത്തിൻ്റെ ഗുണകരമാണോ ഇല്ല എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അവരുടെ ഇടയിൽ തർക്കമുള്ളത് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഈ കാര്യത്തിൽ ശ്രീ പിണറായി വിജയൻ എങ്ങനെ മുന്നോട്ട് പോകേണ്ടി വരും എന്നുള്ളത് കേരളം ഉറ്റുനോക്കുക തന്നെയാണ്. കേരളത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി ഇംപ്ലിമെൻറ്റേഷൻ എന്ന കാര്യമാണ്. ശ്രീ EM നജീബ് നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ അത് ഇവിടെയും പ്രശ്നമാകുമോ? ഈ സർക്കാരിൻ്റെ
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തീർച്ചയായിട്ടും ഇവിടെ നജീബ് പറഞ്ഞ പോലെ ഇംപ്ലിമെൻറ്റേഷനാണ്. ആ ഇംപ്ലിമെൻറ്റേഷൻ്റെ കാര്യത്തിൽ നമ്മുടെ കേരള സർക്കാരിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് വളരെ മെച്ചപ്പെട്ടതൊന്നുമല്ല. പദ്ധതി നടത്തിപ്പിന് ബജറ്റിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിലൊക്കെ നമ്മുടെ ഭരണ സംവിധാനത്തിൽ ഒരുപാട് വീഴ്ചയുണ്ട്. പക്ഷേ ഈ വീഴ്ചകൾക്ക് അതീതമായി പ്രവർത്തിക്കാം എന്ന് ഒരു ചുരുങ്ങിയ കാലം ഇലക്ട്രിസിറ്റി മന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ തെളിയിച്ചിട്ടുള്ളതാണ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തീർച്ചയായിട്ടും ഈ കേരളത്തിലേതുപോലുള്ള ഒരു ഭരണ സംവിധാനത്തിൽ എല്ലാവരെയും ഒരുമിച്ച് നിർത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഭരണ സംവിധാനത്തെ മാത്രമല്ല, ഈ ഘടകകക്ഷികളെ അതുപോലെ തന്നെ പുറത്തുള്ള മറ്റ് രാഷ്ട്രീയ ഗ്രൂപ്പുകളെ എല്ലാ വിധത്തിലുമുള്ള ജനവിഭാഗങ്ങളെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് മാത്രമേ ഈ കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള ഒരു തുടക്കം നേരത്തെ ഇവിടെ ചർച്ച ചെയ്തതുപോലെ ഈ കേരള യാത്രയിൽ അദ്ദേഹം എടുത്തിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ആദ്യത്തെ നിയുക്ത മുഖ്യമന്ത്രി എന്നുള്ള നിലയിലുള്ള ആദ്യത്തെ ഒരു ദിവസത്തെ പ്രവർത്തനങ്ങൾ കണ്ടത്. തീർച്ചയായിട്ടും ഇവിടെ ലാൽ ആവർത്തിച്ച് പറഞ്ഞതുപോലെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ശൈലി അതിനകത്ത് കാണാം. കാരണം ഔട്ട് ഗോയിങ് മുഖ്യമന്ത്രിയെ തന്നെ പോയി കണ്ട് അദ്ദേഹത്തിനെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ നേരത്തെ ഉണ്ടായിട്ടില്ലാത്ത കാര്യമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ ശ്രീ പിണറായി വിജയൻ്റെ വ്യക്തിത്വത്തിലെ തുടർച്ചയും കൂടെ കാണേണ്ടതായിട്ടുണ്ട്. അതും ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അതായത് ഈ കേരള വികസന യാത്രയിലും കേരള പഠന കോൺഗ്രസ്സിലുമെല്ലാം കേരളത്തിൻ്റെ വികസന പ്രശ്നങ്ങൾ വളരെ പങ്കാളിത്തത്തോടു കൂടിയുള്ള ചർച്ച കൊണ്ടുവരുന്നതിൽ അദ്ദേഹം മുൻകൈ എടുത്തിരുന്നു. ഇനിയിപ്പോൾ ഇവിടെ പറയാനുള്ള പ്രത്യേകം എടുത്തു പറയാനുള്ള കാര്യം, കേരളം യഥാർത്ഥത്തിൽ 13ാം പദ്ധതിയിലേക്ക് പോവുകയാണ്. അടുത്ത 5 വർഷത്തേക്കുള്ളൊരു പദ്ധതി രൂപീകരിക്കുന്ന ഒരു പ്രക്രിയ ഈ പുതിയ ഗവൺമെൻറ്റിന് തുടങ്ങി വെക്കേണ്ടി വരും. അത് യഥാർത്ഥത്തിൽ ഈ കേരള യാത്രയുടെയും കേരള പഠന കോൺഗ്രസിൻ്റെയൊക്കെ തുടർച്ച എന്നുള്ള നിലയിൽ കേന്ദ്രം തകിടം മറിച്ചല്ലോ. അത് കേരളത്തിൽ തുടരുമെന്നുള്ളതാണ് UDF ഗവൺമെൻറ് തന്നെയും എടുത്ത സമീപനം. അത് തീർച്ചയായിട്ടും തുടരുക തന്നെ ആയിരിക്കും. അത് മറ്റേ നീതി ആയോഗ് ഒക്കെ വന്ന് പ്ലാനിംഗ് കമ്മീഷനെ പോലും അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പ് ഇടതുപക്ഷ മുന്നണിയുടെ പ്രകടന പത്രികയിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇടതുപക്ഷ സമീപനം തീർച്ചയായിട്ടും ആസൂത്രണം മുമ്പോട്ട് പോകും. കേരളത്തിലൊരു കൺസെൻസസ് ആസൂത്രണം മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് തന്നെയാണ്. അവിടെ വരുമ്പോൾ ഈ 13ാം പദ്ധതി എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. 12ാം പദ്ധതി കാലത്ത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ LDF ഗവൺമെൻറ് പുറത്തു പോകുമ്പോൾ 1 ലക്ഷം കോടി രൂപയുടെ 12ാം പദ്ധതി തയ്യാറാക്കിയിരുന്നു. ആ 1 ലക്ഷം കോടി രൂപയുടെ 12ാം പദ്ധതിയായിട്ട് UDF മുമ്പോട്ട് പോയി. പക്ഷേ അത് നടപ്പിലാക്കി വന്നപ്പോൾ 60,000 കോടി രൂപയുടെ താഴെ മാത്രമേ നടപ്പിലാക്കാൻ കഴിഞ്ഞുള്ളൂ. അപ്പോൾ 13ാം പദ്ധതി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയുള്ളതാണ്. ആ പദ്ധതിയുടെ രൂപീകരണത്തിൽ കൂടുതൽ വിപുലമായ പങ്കാളിത്തത്തോടു കൂടിയുള്ള ചർച്ച രാഷ്ട്രീയ കക്ഷികൾക്കും പുറത്തുള്ള എല്ലാ വിദഗ്ധന്മാരെയും ഒരുപക്ഷെ കേരളത്തിന് പുറത്തുള്ള കേരളീയരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിപുലമായ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ 13ാം പദ്ധതി രൂപീകരിക്കേണ്ടി വരും. റൈറ്റ്. നമുക്ക് ചർച്ചയ്ക്ക് വളരെ സമയം കുറവായതുകൊണ്ട് മാത്രം ഡോക്ടർ PS ശ്രീല, താങ്കൾ ഞാനിത് അവസാനിപ്പിക്കുകയാണ്. നേരത്തെ വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ എല്ലാ സർക്കാരിനും തലവേദനയാകുന്നതാണ്. കഴിഞ്ഞ സർക്കാരിൽ അതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് അതിലേക്ക് ഒരുപക്ഷെ ശ്രദ്ധ കുറഞ്ഞു പോയത് എന്നൊരു നിരീക്ഷണം കൂടിയുണ്ട്. ഇവിടെ ആ മേഖലയെക്കുറിച്ച് കൂടി താങ്കൾ ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഇപ്പോൾ നമ്മൾ നിയുക്ത മുഖ്യമന്ത്രിയുടെ വ്യക്തിത്വത്തെക്കുറിച്ചും വ്യത്യസ്തതയെക്കുറിച്ചും ചർച്ച ചെയ്യുമ്പോൾ ഒരു വ്യക്തിക്ക് മാത്രമായി അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും എന്ന അർത്ഥത്തിലല്ല ഞാൻ അതിനെ കാണുന്നത്. അതിന് പിന്നിൽ ഒരു കൂട്ടായ പരിശ്രമം ആവശ്യമാണ്. അവിടെയാണ് ഈ ഇംപ്ലിമെൻറ്റേഷൻ്റെ നടത്തിപ്പിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത്. സിദ്ധാന്തം മാത്രം പോരല്ലോ, പ്രായോഗിക ബുദ്ധിയും പ്രായോഗിക പരിചയവും അനുഭവവും വളരെ പ്രധാനമാണ്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ നവകേരള മാർച്ചുമോ അതിനുശേഷമോ അതിനു തൊട്ടു മുമ്പോ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങളിൽ മാത്രമല്ല കേരളത്തെ സംബന്ധിക്കുന്ന വിദ്യാഭ്യാസ മേഖലയെ സവിശേഷമായി സംബന്ധിക്കുന്ന നിയുക്ത മുഖ്യമന്ത്രിയുടെ കാഴ്ചപ്പാടുകൾ. എനിക്കൊരു അനുഭവമുള്ളത്, കേരള സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് അംഗമായിരിക്കുമ്പോൾ കേരള സർവകലാശാലയുടെ 75ാം വാർഷികത്തോടനുബന്ധിച്ച്
അനുബന്ധിച്ച് നടന്ന പ്രഭാഷണ പരമ്പര ഉദ്ഘാടനം ചെയ്തത് ശ്രീ പിണറായി വിജയനായിരുന്നു. അന്ന് അദ്ദേഹം 1 മണിക്കൂർ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് നടത്തിയ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു. ആ പ്രഭാഷണം കേട്ടുകൊണ്ടിരുന്ന അന്നത്തെ വൈസ് ചാൻസലർ ഡോക്ടർ എൻ ജയകൃഷ്ണൻ സാറ് വേദിയിലുണ്ടായിരുന്ന എന്നോട് വളരെ സ്വകാര്യമായി അഭിമാനത്തോടു കൂടി അദ്ദേഹം പങ്കുവച്ച ഒരു അഭിപ്രായം, ഇത്രമാത്രം വീക്ഷണത്തിൽ ഇത്രമാത്രം പുരോഗമനപരമായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള വീക്ഷണമുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇത് ശരിക്കും ഒരു പഠന ക്ലാസ് ആണല്ലോ എന്നാണ് അന്ന് VC സൂചിപ്പിച്ചത്. ഞാൻ പറയുന്നത് വളരെ കാലമായി സിദ്ധാന്തത്തെയും പ്രയോഗത്തെയും പരസ്പരം ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള നിരീക്ഷണങ്ങൾ സ്വായത്തമാക്കി കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ സ്ത്രീ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിലും ഉന്നത വിദ്യാഭ്യാസ തലം മുതൽ പ്രാഥമിക തലം ഉൾപ്പെടെ ഉള്ള വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും സമഗ്രമായിട്ടുള്ള കേരളത്തിൻ്റെ വികസനം സാധ്യമാക്കുന്നതിനും നേതൃത്വം ഉണ്ടാവും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. സമയത്തിന്റെ പരിമിതി കൊണ്ട് മാത്രം ഞാൻ മറ്റതിഥികളിലേക്ക് അവർക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കൂടി എത്താൻ സാധിക്കുന്നില്ല. എന്തായാലും പിണറായി വിജയൻ ഇന്ന് ചരിത്രപരമായ ചില സന്ദർശനങ്ങൾ നടത്തിയത് മുൻപൊരു നിയുക്ത മുഖ്യമന്ത്രിയും ചെയ്യാത്തതായതുകൊണ്ടാണ് ചർച്ച പിണറായി വിജയൻ എന്ന വ്യക്തിയിലേക്ക് പലപ്പോഴും ഫോക്കസ് ചെയ്യപ്പെട്ടത്. പക്ഷേ കേരളം നേരിടുന്ന വെല്ലുവിളികളും ഇനിയുള്ള 5 വർഷ കാലഘട്ടത്തിൽ ഇടതുപക്ഷ സർക്കാർ കൈകാര്യം ചെയ്യേണ്ട മേഖലകളെക്കുറിച്ചുമുള്ള അഭിപ്രായങ്ങളുടെ ഒരു ഭാഗത്ത് മാത്രമാണ് ഈ ചർച്ച പോയിട്ടുള്ളത്. അവിടെ ഏറ്റവും അവസാനിപ്പിച്ചപ്പോൾ പറഞ്ഞതുപോലെ കേരള പഠന കോൺഗ്രസിലും മറ്റും കണ്ടെത്തിയ കാര്യങ്ങൾ മാത്രമല്ല, പുതിയ വെല്ലുവിളികൾ കൂടി ഉണ്ടാകുന്നത് ഈ സർക്കാർ എങ്ങനെ നേരിടും, പിണറായി വിജയൻ അതിനെ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ ഇനി നേരിടുക എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ SR ശക്തിധരൻ, ഡോക്ടർ KN ഹരിലാൽ, ശ്രീ അജിത് കുമാർ, ശ്രീ EM നജീബ്, ഡോക്ടർ PS ശ്രീകല. CPIഎമ്മിനെതിരെ ഭീഷണിയുമായി BJP കേന്ദ്ര നേതൃത്വം. രാജ്യം ഭരിക്കുന്നത് BJP ആണെന്ന് CPM ഓർക്കണം. പാർലമെന്റിന് അകത്തും പുറത്തും CPIഎമ്മിനെ എതിർക്കുമെന്ന് BJP വക്താവും കേന്ദ്രമന്ത്രിയുമായ രവിശങ്കർ പ്രസാദ് ദില്ലിയിൽ പറഞ്ഞു. രവിശങ്കർ പ്രസാദിന്റെ പ്രസ്താവന അദ്ദേഹത്തിന്റെ പദവിക്ക് ഒട്ടും യോജിക്കാത്തതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. RSS പ്രചാരകമായി കേന്ദ്രമന്ത്രി പ്രവർത്തിക്കുകയാണെന്നും കോടിയേരി പറഞ്ഞു.